അതുകൊണ്ടിട്ട് നല്ലാവണുണ്ടാ നല്ലാവണുള്ളവണു എങ്ങനോ നല്ലവിട അങ്ങനല്ലേ അവൻ 2 ഗಂಟೆ വാല് കേൾക്കണില്ലേ അവന് ഒരു പൽക്കമേ അവൻ നല്ലവിട നല്ലാവുള്ളാണ്ട് തീരുമാനമാ അവന് ഒരു വാലല്ല എല്ലാ നാളും വാല് കേട്ടോണ്ടേ വെച്ചെങ്കിലും ബിൽക്കുല്ലോ നല്ലാവില്ലേ ഒരിക്കലും നല്ലാവില്ലേ അങ്ങനെയുണ്ട് ഹട്ടവും ചതിയും അതിന്റെ പിറവിലെ നടന്നോണ്ടായെങ്കില് നല്ലാവില്ലേ ഉമ്മ അർസ പെണക്കോ ഇത് മാത്രമാ നല്ലാവില്ലേ ഉമ്മ അർസ ഏതും പരിഹാരമല്ല അർസ പരിഹാരമാ ആരും അർസ ആക്കിട്ട് ഞങ്ങളെ കൈക്ക് കുമ്പറകാവില്ലേ ആവണ പിർസാക്കോ എല്ലാരും പിർസാക്കോ ഇസ്ലാം പിർസ ആക്കാണ്ട് ചൊന്ന ആരല്ല ഉള്ളാറാ അങ്ങനെ എല്ലാരും പിർസാക്കോ പിർസ ആക്കിട്ട് ഏത് ശത്രുടും നല്ലാക്കി എടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട വന്നിട്ട് ഒരു സ്വഹാബി കേട്ടില്ലേ നബിയെ സ്വർഗ്ഗത്ത് പോണേ നാന്തരാക്കണു തങ്ക ജൊന്തു അർസ കാട്ടണ്ട അയാൾക്ക് അത്ര വലിയൊരു ലൈക്കായില്ലേ നിങ്ങൾ അതിപ്പോ അർസ കാട്ടണ്ട എന്നതിപ്പ ആ സ്വഹാബി വന്ന എന്തിനാ ഉദ്ദേശിച്ചിട്ട് ഒരു പ്രത്യേകമായ ഒരു അമല് ചൊന്നിട്ട് അങ്ങനെ വന്നേ അപ്പൊ നോക്കുമ്പോ നിശ്ചിതല്ലാത്ത ബാരം ഒന്ന് കിട്ടിയപ്പ പിന്നെ ഏത് നബി എന്റെ കേട്ടു വേറെ എന്തെങ്കിലും പാടെന്തെങ്കിലും ഒരു അമല് ചൊന്തറുവാൻ അർസ കാട്ടണ്ട പാഠം കേട്ടിട്ട് പിന്നെ ഏതൻ അർസ കാട്ടണ്ട എന്നിട്ട് എന്തോ അർസ കാട്ടാണ്ട് ജീവിച്ചെങ്കിൽ സ്വർഗത്ത് എത്തകൗണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണല്ലേ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദില്ലാത്തറായ ദുനിയാവിൽ എവിടെ ഇല്ല നീന് പിന്നെ ഇന്ത്യ വിട്ടിട്ടു ഞങ്ങൾ അങ്ങനെ കുറെ അങ്ങനെ ചൊല്ലേ ഞങ്ങൾ റായത്തിലെല്ലാം ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദല്ല അങ്ങനെ റായ വിട്ടിട്ട് ദുബായ് പോയി സെറ്റിൽ ആയിട്ട് ദുബായിൽ എന്തില്ലേ നിക്കു കൊത്തില്ലാണ്ട് മാത്രം കുറെ കാലം കഴിഞ്ഞിട്ട് ഗുർത്തല്ലായി പിന്നെ അവിടെ അവിടെ ഗീബവും ഫിത്നത്തും നമീമത്തും അതൊക്കെ ഞാൻ യു കെയിൽ പോയി വെച്ചേ യു കെയിലും ഇല്ലേ അതുകൊണ്ട് ഒരു മഹാന്റെ മുട്ട പോയിട്ട് രാജവന്തല എന്തിനൊന്നുണ്ടാ ഈ ഗീബത്തും ഫിത്നവും ഫസാദും എന്തും ഇല്ലാത്ത ഒരു പക്ക കാട്ടി തരും നോക്ക നക്കൊരു പക്ക ഔത്ത് ഒരു പക്ക എടുക്കൊടുകല്ല ഈ ഗീബത്തും ഫിത്നയും ഫസാദും എന്തും ഇല്ലാത്ത ഒരു ജാഗ കാട്ടിത്ത നക്കറ ഒരു പക്ക എടുക്കണം അകാക്കും ഈ മഹാൻ കുട്ടിയം പോയിട്ടില്ല നല്ലൊരു പക്ക കൊണ്ട് കാട്ടിത്തണ്ടായിരുന്നു കുട്ടിയം ഒരു പോക്ക് ഓണിങ്ങനെ പോണ്ടി എവിടെ ആയിട്ടേക്ക് ഭയങ്കര ബലയ്ക്ക് മാത്രം അതൊക്കെ ഇതെന്ന് പറഞ്ഞു നേരെ സീത കുട്ടിയും പോയി കാട്ടിയോടെ വന്നിട്ടുണ്ട് കബർസ്ഥാൻ തീർറ അവിടെ നിക്ക് എന്താ കാരണം ഇവിടെ ഗീബത്തും ഫിത്ന നമീമത്തും എന്തുമില്ല ഇതല്ലാത്ത എല്ലാ പക്കത്തും ഗീബത്തുണ്ട് എല്ലാ പക്കത്തും ഫിത്ന ഉണ്ട് എല്ലാ പക്കത്തും നമീമത്തുണ്ട് എല്ലാ പക്കത്തും ഫസാദുണ്ട് അതില്ലാത്ത ഒരു പക്കവും ഇല്ല ഞാൻ ചൊന്നോണ്ട് വന്നു കബർസ്ഥാൻ അവിടെ എന്തുമില്ല അവിടെ നെമ്മതി അവിടെ അത്ര ഉൾക്കബാരല്ലേക്കു അയങ്ങ് ഭർത്തിനിന്റെ ആരാ ഞാൻ പറയല്ലേ വിഷയമില്ല വിഷയം അതുകൊണ്ടിട്ട് ഞാൻ ഗീബത്തില്ലാത്ത പക്കത്ത് പോണു ഫിത്ന ഇല്ലാത്ത പക്കത്ത് പോയെങ്കിൽ അവിടെ വേറെ ഗീബത്തിക്കൂ അവിടെ വേറെ ഫിത്നയ്ക്കൂ ഞങ്ങൾക്കണേ ಅಂದ್ರೆ ഞാൻ അതിലെന്തു ഇൻവോൾവ് ആവട്ടെ ഞാൻ നല്ല രൂപത്തിൽ പോകാൻ നോക്കാം നന്റെ കബറുക്ക് നാ പോയിട്ട് നാനൊന്ന് സലാമത്താവണു അതിനുണ്ട് അവന്റെ കബറ് വേണ്ട ഞാൻ അവന്റെ കബറ് പോണ്ടില്ലേ നണ്ടയിൽ കേക്കടക്ക് നാ ഉത്തര തരണു അവൻ ഉത്തരം കൊടുക്കൂല്ലേ അവന്റെ കേക്കടേക്ക് അവൻ ഉത്തരം കൊടുക്കണു നാ ഉത്തരം കൊടുക്കൂല്ലേ ഞാൻ ചൊന്നോണ്ട് വന്നോ അതുകൊണ്ടല്ലേ നല്ലാവുക ഒരു ചെറിയ ചാൻസ് യാറ വേണൂട്ടില്ല ഒരു വലിയ മഹാന് ചൊല്ലത് കാണ്ട് ഇമാമിങ്ങ ചരിത്ര പഠിപ്പാട്ടില്ലേ ആ മഹാന് നല്ലാവുകുള്ള കാരണം എന്തുണ്ടാ ആ മഹാന് ചൊന്തു ഒരു നാല് നാനിങ്ങനെ ഒരു പക്കത്തില് കിടന്നിട്ടിക്കുമ്പോ ഉമ്മ ഇന്റെ വാല് കേക്കിടത് കൊറടി എന്തും ഇല്ല ഉമ്മ എത്ര സ്റ്റാറ്റസ് നിങ്ങളെ സ്റ്റാറ്റസ് നോക്കിയെങ്കിൽ ഓരോരുത്തര വാലയല്ലേ ഉമ്മ കണ്ടോ പക്ഷേ വാല കേട്ടിട്ട് എത്ര നല്ലായി പോയാ ഒന്ന് ചിന്തിക്കണ്ടേ ഉമ്മ അതുകൊണ്ട് കേക്കണ്ടാട്ടല്ല ചൊല്ലോ കേക്കൊറു വാല് ചൊല്ലത് കൊറടിയാവണ്ട വാല് ചൊല്ലതിനെ സംഘടിപ്പിക്കണത് കൊറടിയാവണ്ട വാല് കേക്കിടതും കൊറടിയാക്കണ്ട ചിലപ്പോ ഏതാ ഒരു പൽക്കായിട്ടിക്കു മനസ്സിൽ വെച്ച് പോണ്ടോ ഈ മഹാന ചൊല്ലു ഒരു നാല് നാന് കിടന്നിട്ടിക്കുമ്പോ അതേ ഒരു പക്കി തസ്ബീഹ് ചൊല്ല സൗണ്ട് കേട്ട്
ഒരു പക്കി തസ്ബീഹ് ചൊല്ലുന്ന സൗണ്ട് നാണ് കേട്ടെ. ആ ഒരു പക്കി തസ്ബീഹ് ചൊല്ലുന്ന സൗണ്ട് കേട്ടപ്പോ അതാ നാണ് നന്റെ കൽബുല് ദുനിയാവുടെ ചിന്തയില്ലാണ്ടായി പോയിട്ട്, നന്റെ കൽബുല് പിന്നെ ദുനിയാവുടെ ചിന്തയില്ല. ഒരു പക്കി തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടപ്പോ നന്റെ കൽബുല് ദുനിയാവുടെ ಬಗ್ಗೆ ചിന്തയില്ല. ഞാൻ എന്താക്കി കൊണ്ടുണ്ടാ നക്ക് ഒരു നല്ല ആല പിടിക്കണു. ആ നല്ല ആല പിടിച്ചിട്ട് നക്കുന്നു നല്ലാവണു. ഉള്ളാളത്ത് മറപ്പെട്ട് കിടന്നിട്ടുള്ള മദനിത്തങ്ങ വലിയ മുർഷിദായ മഹാനല്ലേ. ഈ ഉള്ളാളത്തിൽ എത്രമാ കാല ദർസ് നടത്തിയിട്ട് ഞങ്ങൾക്ക് വലിയ ക്രാന്തി യന്ത്രേട്ട് കാട്ടിത്തന്നേ സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങ വലിയ മഹാനല്ലേ. അങ്ങനെ കാട്ടി വലിയ മുർഷിദ് ഞങ്ങൾക്ക് ഇനി വേറാറ്. ഞാൻ ചൊല്ല വിഷയം മറക്കണ്ട. ഞാൻ നല്ലവണെങ്കിൽ ഒരാളെ പിടിക്കണോ. താജുൽ ഉലമാ തങ്ങളെ ಬಗ್ಗೆ അല്ലേ ഉള്ളാളായതുകൊണ്ട് മഹാന്റെ ಬಗ್ಗೆ ഒന്ന് ചൊന്നില്ലെങ്കിൽ ഞങ്ങളെ വാളൂർ അള്ളാവിടെ മറ്റ ഒരു കബൂലിയത്തുള്ളതാവണ്ടേ. ബേക്കൽ ഉസ്താദ് എൽതിയ ഒരു എൽത്ത് ഞാൻ ഓതിരെ തങ്ങളെ ಬಗ್ಗೆ. ബേക്കൽ ഉസ്താദ് ഉള്ളാൾ തങ്ങളെ മുട്ട പഠിച്ചോണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ബേക്കൽ ഉസ്താദ് എത്ര വലിയ മഹാനല്ലേ, എത്ര വലിയ ഇൽമുടെ ബഹറല്ലേ. ബേക്കൽ ഉസ്താദ് എന്തെങ്കിലും മീത്ത് തപ്പിട്ട് പോയെങ്കിൽ ഓതുறது മീത്തല്ല അപ്പറിപ്പറായെങ്കിൽ തങ്ങളെ കൈയുടെ അടി കിട്ടുള്ള. എങ്ങനെ അടി ഒന്നുണ്ട, അടി ബെത്തത്തിലെന്തോ അല്ല, കയ്യിൽ ഇങ്ങനെ പൂണ്ട പൊളി എന്തോ അല്ല, ബെർല് ഇങ്ങനെ ഉൾട്ട വെച്ചിട്ട് ഇങ്ങനല്ല ഇങ്ങനെ അടി. എന്നിട്ട് താജുൽ ഉലമാ തങ്ങളുണ്ടോ അല്ല പിന്നെ ബേക്കൽ ഉസ്താദ് ഉണ്ടോ ഭയങ്കര നൊമ്പലവിടെ ആടി. ഏത് ഇങ്ങനല്ല, ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അടിയെല്ലാം കലിഞ്ഞ പിന്നെ റായത്ത് പോ കേക്കിടാറല്ലേ ശിഷ്യന്മാരെല്ലാം റായത്ത് പോ കേൾക്കുമ്പോ താജുൽ ഉലമാ തങ്ങളെ മുട്ട വന്നിട്ട് റായത്ത് പോ കേക്കിടോള. കേൾക്കുമ്പോ തങ്ങ എഴുതോല, ഞാൻ നിന്റെ ചമ്മ അടിച്ചിരേ നിനക്ക് മാപ്പാക്കി തണ്ടല്ലേ. മക്കളെ സ്വഭാവമായിത്തപ്പ ഞാൻ നിന്റെ ശിഷ്യടൊട്ടികളുടെ ഞാൻ നിന്റെ അടിച്ചിര പഠിക്കുന്ന വിഷയത്തിൽ വന്നപ്പോ അടിച്ചിരേ നിനക്ക് മാപ്പാക്കി തണ്ടല്ലേ. അപ്പൊ ശിഷ്യന്മാർ പുൽപ്പുട. കാരണം ഉസ്താദ് ഏത് ഉസ്താദ് തങ്ങ ചൊല്ലമ്മ ഞങ്ങളുടെ മാപ്പി കേക്കടമ അത് സഹിക്കുകയില്ല. പുൽപ്പുട സൂറാക്കട അപ്പൊ കരയണ്ടടാ പുൽപ്പുടണ്ട തങ്ങല്ലേ. എന്നിട്ട് തലയിൽ കൈവച്ചിട്ട് മന്ത്രിച്ചു കൊടുക്കുള്ള. എന്നിട്ട് കിടക്കയുടെ അടി കൈയിട്ട് കിടക്കയുടെ അടിക മീത്ത് കൈ പോയെങ്കിൽ കൊസി. കാരണം അവിടെ എന്തെങ്കിലും നോട്ട് പറയാണ്ടിക്കാലേ. അവിടെ നോട്ടില്ലാണ്ട് അവിടെ ഒരു അവസ്ഥയല്ല. കാരണം എല്ലാം വന്നു പോയെങ്കിൽ കൊടുത്തത് അവിടെ എടുത്തിട്ടാ കൊടുക്കും. അല്ലാഹു ഖൈറാക്കട്ടെ. അതല്ലേ ബഹുമാനപ്പെട്ട. അതുകൊണ്ട് എപ്പം തങ്ങ ചൊല്ലു. ഞാന് ഉറങ്ങിക്കിടക്കൂലടാ. അല്ല ഞാൻ കിടന്നു ഉറങ്ങലില്ല, ഉറങ്ങിക്കിടക്കലാണ്. കിടന്ന് ഉറങ്ങലില്ല, ഉറങ്ങിക്കിടക്കലാണ്. എന്താ കിടന്നുറങ്ങലില്ല? അതായത് വർക്ക് പറകായിട്ട് പോയിട്ട് ഫസ്റ്റ് കാൽ നീട്ടിട്ട് കിടക്കിടെ പിന്നെ വർക്ക് പിടിക്കട്ടെ അങ്ങനൊന്നും നക്കില്ല. നക്ക് ഉറങ്ങിട്ട് പിന്നെ കാൽ നീട്ടു വർക്ക് വന്നെങ്കിൽ മാത്രം. നങ്ങ അങ്ങനല്ലേ. ഞങ്ങൊന്നും ഉറങ്ങല പോയി കിടക്കിടെ. പിറ്റാണ്ട് പള്ളിക്ക് സുബഹി നിസ്കാരത്ത് വന്നെങ്കിൽ ഉസ്താദ് കൈ കൊടുത്തു അസ്സലാമു അലൈക്കും. എന്തേണ്ട് കൊന്തില്ല ഉസ്താദ് ഇന്നലെ വർക്കേ വന്നിട്ടില്ല. തലയിൽ 108 നിറച്ചിട്ട് നടക്കടേ. വഴിവാട്ട് കണക്കില്ലാത്തത്ര വഴിവാട്ട്, അകത്യല്ലാത്തത് എല്ലാം കൈയിട്ടേ. ഇന്നതെന്തുമേയാവില്ലേ പാടം ഒന്ന് തീർന്നോലെ പിന്നൊന്നും കൈയിട്ടേ. എല്ലാത്തും ബാങ്ക് ലോൺ ഇഷ്ടം പോലെ ഉണ്ടല്ലേ, ഏതും തുറന്നുണ്ടല്ലേ, ഇരിക്കാണ്ട് കേക്കടല്ലേ. ഓമേജറുണ്ട് അമ്പടെ സ്വത്ത് ബാങ്കിന്റെ ലോൺ ഉണ്ട്, കെട്ടിലും വിടുറാ. അകത്തില്ലാത്തേക്കല്ല എന്തെങ്കിലും മനുഷ്യ ഒന്നും മെയ്യാവില്ലേ. ഉള്ളത് എത്ര ഉണ്ടോ അത്ര കാലം നീട്ടി ജീവിക്കും. അതല്ലേ ഇസ്ലാം. അള്ളാഹ് നിക്ക് തന്നത് തൃപ്തിപ്പെട്. നിന്റെ അത്ര വലിയ ഐശ്വര്യം ഉള്ളവൻ ആരുമില്ല. ഇവനിക്കിടെ വലിയ കാറിൽ പോയ സാർക്ക് ഭയങ്കര ബൊമ്പായി ബാങ്ക ജിം 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 ജിം. അവന്റെ മനസ്സിലുള്ള എത്ര ടെൻഷൻ പടച്ചറപ്പ് കൊന്തു. അവൻ എത്ര കഷ്ടപ്പാടിലേക്ക, അവന് എത്ര ടെൻഷനുള്ള, അവന് എത്ര കട കെട്ടിക്കൂ. 4-5 പൈസ കട കൊടുക്കില്ല. അഭിമാനത്തിൽ ചൊല്ല മരിക്കുന്ന ടൈമുള്ള അബ്ബായോട് മക്കളെ വിളിച്ചു, മക്കളെ വരല്ലേ നിങ്ങളെല്ലാരും നാ നോക്കിയേ പെൺമക്കളെല്ലാം നാ മങ്ങിലാക്കിടേ. ഒരു 5 പൈസ കടനൊക്കെ ഒരാൾ കൊടുക്കില്ല. പറ
ഒരാളും കൊടുക്കില്ല. അതുകൊണ്ട് നന്റെ കടത്തെ പേജിൽ ബേജാറാക്കൊണ്ടില്ല. രാജാവിടെ മരിപ്പ് ഏതു രാജകതീരി അങ്ങനെ മരിക്കോ? അങ്ങനത്തെ മരിപ്പ് കിട്ടിത്ത രാജാവിടെ മരിപ്പ്. മക്കളെ വിളിച്ചിട്ട് ആർക്കും കട കൊടുക്കോ ഇല്ലേ? അങ്ങനെ ഇതെന്താ കിട്ടിയ പിടിച്ച കിട്ടിയവിടെല്ലാം കുറവേ കട എന്തേ കൊടുക്കട നീയത്തെ ഇല്ല. പോണുകോ ഓണുങ്ങോ ആ പാസ് കൊടുത്തോണ്ട് പേടി ഇന്നെങ്കിലല്ലേ കട എടുക്കോ പേടിയുള്ളേ. ഓണുങ്ങ ആ പേടി എന്തും ഇല്ലേ? ഓണുങ്ങ എടുക്കോ തെരഞ്ഞിരണ്ട പഠിച്ചിരണ്ടല്ല കൊടുക്കോ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ആവുമ്പോ പിന്നെ എവിടെ കിട്ട എവിടെല്ല കിട്ട അവിടെ എടുക്കണമേ. ബേജാറാക്കിരണ്ട. ഒന്ന് ചെണ്ടാൽ മരം നോക്കുമ്പോ അങ്ങനെ കട എടുത്ത് സോത്ത പോലെ ഉണ്ടു. ബേജാറാക്കിരണ്ട. നിങ്ങളെ വിശേഷം ഒന്നും അല്ല. ഉള്ള പോലെ ചൊല്ലാണ്ടിക്കൊന്ന് കാവടോ ഇല്ല. ഇനി ആയെങ്കിൽ നല്ലാവോ നോക്കറു. അപ്പറെ പേർ തിരിഞ്ഞു നോക്കിരണ്ട. നോക്കിയമേ ഞാൻ എന്റെ നോക്കൂടെ നിങ്ങൾ അപ്പറെ പേര് എന്ത് നോക്കണ്ട നിങ്ങൾ നോക്കൂ. അങ്ങനല്ല സ്വന്തം വിഷയം മറക്കണ്ട. ചൊല്ലോ ആ രൂപത്തില് ഓ മോമിനെ നല്ലാവുക എത്രമാ ചാൻസ് എന്നിട്ടും നല്ലാവുടെ കാണ്ടില്ല. ഈ മഹാന് ചൊല്ലു നക്കൊന്നു നല്ലാവണു. നാണങ്ങനെ ഒരു നല്ല മഹാന് എവിടുണ്ടാണ്ട് നാന് തേടിയോണ്ട് പോയ. അങ്ങനെ നാനിങ്ങനെ തേടിയോണ്ട് പോകുമ്പോ നക്ക് ഖിളിർ നബി അലൈഹിസ്സലാമടെ കണ്ടെത്ത്. ഖിളിർ നബി അലൈഹിസ്സലാമടെ കണ്ടെത്ത്. ഖിളിർ നബി അലൈഹിസ്സലാമടെ കണ്ടപ്പാ പണ്ടെല്ലാം ഒരു സ്വഭാവം ഞങ്ങ പഠിക്കടപ്പല്ലേ കേരളത്തിലെ പഠിക്കോ പോകുമ്പോ ഫസ്റ്റ് വന്നെങ്കിൽ ഇഞ്ഞ തൊട്ട് നോക്കണം. മെല്ലെ ഇഞ്ഞത്തെ എല്ലുണ്ടാണ്ട് ഇല്ല കണ്ടെങ്കിൽ ഖിളിർ നബി ഉണ്ടാക്കൂല. അങ്ങനെ ഈ മഹാൻ ജന്തു ഖിളിർ നബി അലൈഹിസ്സലാമടെ നാ കണ്ടേ. ഖിളിർ നബി അലൈഹിസ്സലാമടെ നാനെ കണ്ടപ്പാ ഖിളിർ നബി അലൈഹിസ്സലാമടെ ചൊന്നെ നാനൊന്നു നല്ലാവണു. നക്കൊരു മഹാന്റെ ആശീർവാദ വേണു. അങ്ങനെ നാനിങ്ങനെ തേടിയോണ്ട് വരുമ്പോ നക്ക് നിങ്ങളെ കണ്ടെത്ത് നിങ്ങ നന്റെ ഒന്ന് നല്ലാക്കി തണ്ടാറാ. ഖിളിർ നബി അലൈഹിസ്സലാമ ജന്തു നക്ക് നല്ലാക്കുക തീറാണ്ട് എന്തുമല്ല. പക്ഷേ നിങ്ങളെ നല്ലാക്കട ആള് ബേരനാണല്ലോ. ആ ഡ്യൂട്ടി ബേര ആളുകെ അതാരകം തുണ്ടാ ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നിങ്ങൾ ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹുടെ മുട്ട പോറൂ. ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹുടെ സദസ്സിൽ പോയെങ്കിൽ ആ ശൈഖ് നിങ്ങളെ നല്ലാക്കി തണ്ട്. ഇതിനർത്ഥ ഇത് കേട്ടിട്ട് കണ്ട ശൈഖന്മാരെ പിറവുല് പോവണ്ട. വ്യാജ ആത്മീയാൽമാരെ പിറവുല് പോവണ്ട. കണ്ട മന്ത്രവാദിമാരെ പിറവുല് പോവണ്ട. കണ്ടക്ക് അതാ നൂല് കെട്ടങ്ങളെ പിറവുല് പോവണ്ട. ഇതിനർത്ഥ നൂല് കെട്ടതില്ലേണ്ടല്ല, മന്ത്ര ചൊന്നു കൊടുക്കടതില്ലേണ്ടല്ല, ഊതിടതില്ലേണ്ടല്ല, നടുല് കെട്ടുകില്ല, പിന്നൊരു മോത്തുല് കെട്ടുകില്ലേണ്ടല്ല. നൂല് മന്ത്രിക്കിടതുണ്ടു, കെട്ടതുണ്ടു. അത് ഖുർആനില് തെളിവുണ്ട്, ഹദീസില് തെളിവുണ്ട്. ഇതൊരു വിവാദത്തെ സദസ്സല്ലാത്തത് കൊണ്ട് നാണിപ്പ ഭാഗത്തുക പോണ്ടില്ല. പക്ഷേ കിട്ടിയ എല്ലാ പക്കത്തുക പോയിട്ട് അതിരെ ഇസ്ലാമിയുടെ നിയമ എന്ത്രോട്ട് കൊത്തില്ലാണ്ട് കണ്ടതിരെ പെരവുല് പോയിട്ട് ഈമാനില്ലാണ്ട് ചത്തുപോകണ്ട. അപ്പല്ലേ നിങ്ങളെ നല്ലാക്കടാല് നാണല്ല ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ മുട്ട പോറോണ്ട് ചൊല്ലുമ്പോ അതാ നാനാ മഹാന്റെ മുട്ട പോയ. ആ മഹാന്റെ മുട്ട പോയപ്പാ ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ സദസ്സിൽ പോയപ്പാ എല്ലാരും ആ സദസ്സിലുള്ളാറ് ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങ നണ്ട കണ്ട സാർത്ഥക യന്ത്ര ജന്തു കൊണ്ടുണ്ടാ. മർഹബൻ ബിമൻ ജദബഹു റബ്ബു ബിഅൽസിനതി ത്വയ്ർ. അതേ പക്കിടെ തസ്ബീഹ് കേട്ടിട്ട് നല്ലാവണോട്ടുള്ള ചിന്ത കൽബിൽ ഉദിച്ച മനുഷ്യ, നിങ്ങൾക്ക് നന്റെ സദസ്സക്ക് സ്വാഗത. ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളൊട്ടാരും ഇത് ചൊന്നു കൊടുത്തുള്ള. പക്ഷെ ഔലിയാക്കന്മാര് ചൊന്നെങ്ക അങ്ങനെ അല്ലേ. അങ്ങനെ കണ്ണുകൊണ്ടിട്ടു എതിർലുള്ളത് മാത്രല്ല എത്ര ദൂരത്തതും അങ്ങനെ കാണുകാവിടൂ.
അതുകൊണ്ടല്ലേ ആ ഔലിയാക്കന്മാരെ മദ്ഹ് ചൊല്ലതുക വലിയ മഹത്വം ഇല്ലേ, അങ്ങനെ മാല പാടുന്നതുക വലിയ മഹത്വം ഇല്ലേ. വെറുതെ ഉമ്മ പണ്ടത്തെ ഞങ്ങളെ ഉമ്മമാര്, ആ പണ്ടത്തെ ഉമ്മമാരെ കർപ്പുഞ്ചിടെ ലേബർ തിയേറ്ററുക പിറകു കുട്ടിയോ പോയെങ്കിലോ അതാ പെറത്തോലും പുറത്തു വെച്ചിട്ട് നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ മാല പാടക സുറാക്കിടാറ് പാടിട്ട് തീരുമ്പോ അതാ കിടാവിടെ പുൽപ്പട സൗണ്ട് കേക്കട്. ഇതുപോലെ അല്ലേ പണ്ടല്ല യന്ത്രാക്കിയോണ്ടിന്നാറ് ഒരു ഉച്ചിമീത്ത് വന്നെങ്കിൽ, ഒരു പാമ്പ് വന്നെങ്കിൽ, ഒരു പാമ്പ് മീത്ത് വന്നെങ്കിൽ, ഒരു പാമ്പ് വന്നെങ്കിൽ എന്താക്കിയൊന്നാറ് റിഫാഴി മാല പാടിയോണ്ടിന്നാറ്. റിഫായി ശൈഖ് തങ്ങളെ മാല റിഫാഴി മാല മീത്ത് പാടിയെങ്കില് അതാ പാമ്പിടെ ഉപദ്രയില്ല, പാമ്പിടെ ഉപദ്രയില്ല. ഓണിപ്പ നോക്കിയെങ്കിൽ എല്ലാ നാളും പാമ്പിടക്കിനാവേ കണ്ട പോകുമ്പോ വേറെ എന്തൊക്കെയാവ കാണുകയില്ല. എപ്പാ നോക്കിയാൽ പാമ്പിടക്കിന ആരാ ചൊന്നും കൊടുത്തരാ എന്തിനെ പാമ്പിടക്കിനാവ കണ്ടെങ്കില് അത് ഒന്നാ ചുത്തുമുത്തു പാമ്പുണ്ടോ, അല്ലെങ്കിൽ ഏതാ ഒരു ശത്രു നിന്റെ പേരെ കളിച്ചോണ്ടേ ഉള്ള ഒന്ന് നാലുക വന്നിട്ട് ഇതേ സ്വറ അത് ഏത് ശത്രു, അത് ഏത് ശത്രു, അത് ഏത് പാമ്പു, അത് ഏത് പാമ്പു. ഇതൊക്കെല്ലാം അങ്ങനെ ഒരു വ്യാഖ്യാനം ഇല്ലാണ്ടല്ല നാ ചൊന്നോണ്ടുള്ളൂ, നാ ചൊന്നോണ്ട് വന്ന്. പക്ഷെ പണ്ടത്തെ കാലത്തിൽ അങ്ങനെ ഒരു പാമ്പു, ആ പാമ്പിടെ ഉപദ്രവീത്ത് ഉണ്ടുണ്ട് കണ്ടെങ്കില് ഔത്രങ്ങെല്ലാരും റിഫാഴി മാല ഓതിട്ട് തന്നിൽ ഊതിട്ട് ആ തന്നെ 4 മുഖത്ത് ഔത്രം ഇങ്ങനെ ഒലിച്ചിട്ടാവും. പിന്നെ പാമ്പിടെ ഉപദ്രവം ഇല്ല. റിഫാഴി മാലയുടെ പവർ അത് റിഫാഴി മാലിലില്ലേ എന്റെ മുരീദേ പെരുമ്പാമ്പ് തീണ്ടൂകിൽ എന്നും വിഷം ഇല്ല എന്ന് പറഞ്ഞോവർ. നന്റെ മുരീദുമീത്തു ബശത്തെ പാമ്പ് കടിച്ചെങ്കിൽ ബശപത്തില്ല. റിഫാഴി മാലയുടെ മഹത്വം ചൊന്നെങ്കിൽ വലിയ പവറുണ്ടു. റിഫാഴി മാല ഓതി അവിടെ പാമ്പിടെ ഉപദ്രയില്ല. ഏത് പാമ്പിടെ ഉപദ്ര ഉള്ളാറാ റിഫാഴി മാല പാടുറൂ, പാമ്പിടെ ശർറിക്കില്ല. ഔലിയാക്കന്മാരത് ഓരോന്നും ഓരോ മഹത്വം ഉണ്ടോ, വെറുതെ കല്ലാന്നാണ് ഇത് ചൊന്നോണ്ടുള്ളൂ. ശൈഖ് അബ്ദുൽ ഖാദർ തങ്ങളെ സദസ്സ് ഈ ആല് ബന്ന സാർത്ഥക മഹാന ചൊല്ലു. അതേ ഒരു പക്കിയുടെ തസ്ബീഹ് കേട്ടിട്ട് നല്ലാവണോട്ട് നിരിച്ചിട്ട് നന്റെ സദസ്സക വന്ന ആളുകൾ സ്വാഗത. അങ്ങനെ നല്ല നല്ലങ്ങളെ പിടിച്ചിട്ട് നല്ലാവുക നോക്കൂ. ആഖിറുസ്സമാനെ തെരുതപ്പിട്ട് പോണ്ട കാല അല്ലേ. എത്ര നല്ലാവണോട്ട് നിരിച്ചെങ്കിൽ പോലും നല്ലാവുകാവാത്ത കാല. അതുകൊണ്ട് എത്ര നല്ലാവുക നോക്കൂ. ഇണ്ടത്തെ സദസ്സിൽ ഞാൻ ഒരു ചെറിയ ചരിത്രം ചൊന്നിട്ടു. ഞാൻ എന്റെ ഇണ്ടത്തെ വാതു നിപ്പാട്ടട്ടാ. ഉമ്മ ഇണ്ട് ഖൗല ബീവിയുടെ ചരിത്ര ചൊല്ലണോട്ട് വിചാരിച്ചിന്ന്. പക്ഷേ ടൈമു എതിർ പോയതേ നക്ക് കൊന്തായില്ല. പോണുന്നേരിയായിട്ട് പോണുന്നരാവുമ്പോ നമുക്ക് ഉയർന്നിട്ട് പോണു. ഖൗലത്ത് ബീവി റളിയല്ലാഹു അൻഹാ. ഇപ്പൊ ഖൗല ബീവിയുടെ ചരിത്ര ചൊല്ലുക ടൈമില്ല ഇൻഷാ അല്ലാഹ്. അതേ നാലത്തെ നന്റെ കോട്ടേക്കാർ മാടൂർ വാളറ സദസ് ഖൗല ബീവി ഖൗലത്ത് ബിന്ത് ഹക്കീം റളിയല്ലാഹു അൻഹാ. അതേ അതേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആ മഹാന്റെ പെഞ്ഞയല്ലേ ഖൗല ബീവി റളിയല്ലാഹു അൻഹാ. ആ മഹാന്റെ ചരിത്ര ഇൻഷാ അല്ലാഹ് നാലത്തെ നന്റെ കോട്ടേക്കാർ മാടൂർ വാളല സദസ്സിൽ ചൊല്ലേ. നിങ്ങൾ എല്ലാവരും അത് ലൈവായിട്ട് കേൾക്കണു. ഉമ്മ നിങ്ങൾക്ക് മരിക്കണമോന്നോലോ ജീവിക്കുക തീറാ. ഫാഷന് കാട്ടിട്ട് നടക്കണ്ട, അതേ പരിഷ്കാര കാട്ടിട്ട് നടക്കണ്ട, തുള്ളിട്ടും ചാടിട്ടും നടക്കണ്ട. അതേ ഇണ്ട് ഇൻസ്റ്റാഗ്രാമിടെ കാല, റീൽസുകളെ കാല. ഉമ്മ റീൽസ് എടുക്കണ്ട, നിന്റെ മോത്തറ ചന്ത കാട്ടണ്ട, നീന റീൽസിനെ എതിർന്നു പറണ്ട.
അത് നടക്കണായ നടത്തട്ട് നീന് നടത്തണ്ട ഉമ്മ അവല് കാട്ടിയാലല്ല അവല് നടത്തിയാലല്ലേ ഒന്നിട്ടു നീനതാ നിന്റെ ഔത്രങ്ങളെ ഒട്ടിക ദൈപ്പാട്ടിട്ട് നീന് റീൽസ് എടുക്കണ്ട അത് നാലാളുക കടത്തി കൊടുക്കണ്ട നിന്റെ മുഖ അന്യാണികു കാട്ടിരണ്ട അത് എതിർലു മാത്രല്ല മൊബൈലിലായെങ്കും സമ വീഡിയോ റീൽസ് ആക്കിട്ട് കിട്ടി അങ്ങ് കടത്തിറ ഒരു കാലോ ഇങ്ങനെ ചാനൽ ആക്കിട്ട് കാട്ടതിറ ഒരു കാലോ അതിൽ എന്തും പ്രയോജനം ഇല്ല തീറ ഉമ്മ ഈ ആഖിറുസ്സമാനിൽ 2023 തീരുറോ ഈ ഡിസംബർ ഈ ലാസ്റ്റ് ടൈമിലോ തീരണ ഒരു തീരുമാനം എടുക്കറൂ മരിക്കണമോന്നോലും നിങ്ങൾക്ക് ജീവിക്കണോ ഖൗലത്ത് ബിന്ത് ഹക്കീം റളിയല്ലാഹു അൻഹാ ആ ഖൗല ബീവി ജീവിച്ചതുപോലെ ജീവിക്കറുമ്മ ഈ 2023 24 ഖൗല ബീവി നിങ്ങ ആവക നോക്കറുമ്മ എന്തേ ഖൗലത്ത് ബീവിയുടെ ഒരേ ഒരു മാത്ത് ഞാൻ ഇണ്ടു ചൊല്ലേ ഖൗലത്ത് ബീവിയുടെ മാപ്പലടോ ലൈഫ് സ്റ്റൈലെ ഫാമിലി ലൈഫിയുടെ ചരിത്ര ഇൻഷാ അല്ലാഹ് നാലത്തെ നന്റെ വാദര സദസ്സുക നീട്ടി വയ്ക്കിടേ ഒരു നാല് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മോത്ത് ഇങ്ങനെ നടന്നോണ്ട് പോകുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മോത്തിൽ നിന്നു പോണ്ടു ഒന്ന് റോഡ് സൈഡിൽ പോയിട്ട് നിക്കിട് എല്ലാരും കേക്കിടാറ് അല്ലാ ഇത്ര വലിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തേ നിങ്ങ നടന്നിട്ട് പോകുമ്പോ റോഡ് സൈഡിൽ പോയിട്ട് നിണ്ടോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ജന്തു അതാ അവിടെ ഒരു പെണിങ്ങ പണ്ടത് കണ്ട അതാ അവിടെ ഒരു പെണിങ്ങ പണ്ടത് കണ്ടുകൊണ്ടുണ്ടാ നിങ്ങൂ അതാ ഒരു പെണിങ്ങ പണ്ടത് കണ്ട എല്ലാരും നോക്കുമ്പോ അതാറ് ഖൗല ബീവി റളിയല്ലാഹു അൻഹാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തങ്ങളെ പിന്നയായ ഖൗല ബീവി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ജന്തു ആ പെണിങ്ങക്ക് ബല കൊടുത്തിട്ടായിട്ട് കിടന്നാണ് സൈഡിൽ പോയി നിണ്ടോ എന്തേ കാരണം കൊണ്ടുണ്ടാ ഖൗല ബീവിയുടെ ഫാമിലി മാറ്റർ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ മുജാദലത്തിൽ ഒരു പ്രത്യേകമായ ആയത്ത് ഇറക്കിട്ട് ഖൗല ബീവിയുടെ ഫാമിലി മാറ്റർ അല്ലാഹു പരിഹാര കാട്ടി കൊടുത്തുറാ അത് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചൊല്ലാം ആ ഖൗല ബീവി റളിയല്ലാഹു അൻഹാ ആ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലൈഫിൽ എത്രമാ ഹദീസ് പഠിപ്പാട്ടിയത് റിപ്പോർട്ടാക്കിറ് ആ പഠിപ്പാട്ടിയ ഹദീസറ കൂട്ടത്തില് ഇണ്ടത്തെ സദസ്സിൽ നാണ് നിങ്ങൾ ഒരു ദിക്ർ ചൊന്നിട്ട് നന്റെ ഇണ്ടത്തെ വാദം നിപ്പാട്ടട്ടാ നിങ്ങൾ എല്ലാരും ഒന്ന് എഞ്ചി നിക്കിടാറാ എല്ലാ മോമിനീങ്ങ ഒന്ന് മുട്ട പണ്ടാറാ ഇൻഷാ അല്ലാഹ് ഇണ്ട് ഈ വാദര സദസ്സുക വന്ന് എല്ലാ അണികളും എല്ലാ പെണിങ്ങളും ഖൗല ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് അതേ ഉദ്ധരിച്ച ഹദീസ് ആ ഹദീസിലെ പഠിപ്പാട്ടി തന്നെ ഒരു ദിക്റുണ്ടോ ആ ദിക്ർ ഇണ്ടത്തെ സദസ്സിൽ വന്ന എല്ലാവരും ഈ വാദ ലൈവായിട്ട് കേട്ടോണ്ടുള്ള എല്ലാ മുഅ്മിനീകളും ഇണ്ടത്തെ സദസ്സിൽ ഞാനത് ചൊന്നു തന്നിട്ട് തന്റെ ഇണ്ടത്തെ വാതു നിപ്പാട്ടട്ടാ എല്ലാരും പറഞ്ഞു നോക്ക മടിച്ചിട്ട് നിക്കണ പൈസ ആർട്ടും കേൾക്കില്ല എന്റെ കളക്ഷൻ എന്തും ഇല്ല വാളു മാത്ര കളക്ഷൻ അല്ല കലിഞ്ഞ എന്റെ കളക്ഷൻ എന്തും ഇല്ല വാളു മാത്രം അതുകൊണ്ട് എല്ലാം മുട്ട പറ അതുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിച്ചിട്ട് നല്ല രൂപത്തിൽ മരിക്കുക നോക്കറൂ അല്ലാഹുടെ ಬಗ್ಗೆ എപ്പോഴും ഖൽബിലു ചിന്ത വയ്ക്കറൂ ആ റബ്ബുടെ ಬಗ್ಗೆ എത്ര പഠിക്കുക നോക്കറൂ ഓ എത്ര ഇബാദത്തിനെങ്കിലും ഒരു പേടിക്കെട്ട് ഖൽബുടെ ഒരു മൂലൊരു പേടി നന്റെ ആഖിറ എന്തായി പോവാ ചൊല്ല ഒരു ബിയാറ അത് എപ്പോഴും വേണു സ്വർഗത്തേക്ക് എത്ര ദൂരത്തോലും വേണോ സ്വർഗത്തേക്ക് എത്ര ദൂരത്തോലും ആ ബിയാറ വേണോ
എത്രേ നെയ്പ്പട ടെൻഷനിക്കട്ട് എത്രേ ബാണ്യത്ത ടെൻഷനിക്കട്ട് ഉമ്മ ഔത്തുലു എത്രേ സ്വർത്ത ടെൻഷനിക്കട്ട് ആ ടെൻഷൻ എന്തും ഈ ടെൻഷന്റെ കാട്ടി ബലിയല്ല എല്ലാ ടെൻഷന്റെ കാട്ടി വലിയ ടെൻഷൻ ഈ ടെൻഷന് ನಾನು ನಿರಿಕೊಣು ನಾನು ವಾಲು ಜೊಳ್ಳೋಣಲ್ಲೇ ನಂಡ ವಾಲಕ್ಕೆ ಕಿಡಂಗಲದರ ಕಾಂಟಿಯಾರ ನಕ್ಕಲ್ಲೇ ನಂಡ ಕಲ್ಬುಲು ನಂಡ ಆಖಿರತ ಬಗ್ಗೆ ಪೇಡಿ ಬರೋಣಾಯೋ ನಕ್ಕಲ್ಲೇ ನಂಡ ಆಖಿರತ ಬಗ್ಗೆ ಚಿಂತೆ ಬರೋಣಾಯೋ ನಕ್ಕಲ್ಲೇ ನಂಡ ಆಖಿರತ ಬಗ್ಗೆ ನಕ್ಕರು ಟೆನ್ಷನ್ ಬರೋಣಾಯೋ എത്ര എത്ര ആൾമാര് നല്ല നല്ല മരിപ്പ് കിട്ടിട്ടങ്ങ മരിച്ചില്ലേ പക്ഷേ അങ്ങനെ കൽബുലെല്ലാം ഈ ഒരു പേടി വെച്ചിന്നില്ലേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആ മഹാൻ വഫാത്താവടോ ആ മഹാന്റെ പെഞ്ഞയായിട്ടിക്കട് ഖൗല ബിന്ത് ഹക്കീം റളിയല്ലാഹു അൻഹാ മാപ്പലയുടെ ചരിത്രയുണ്ട് ചൊല്ല് പെഞ്ഞയുടെ ചരിത്ര ഇൻഷാ അല്ലാഹ് നാലത്തെ വാതില് ചൊല്ല് ആ ഖൗല ബീവി റളിയല്ലാഹു അൻഹയുടെ മാപ്പലായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പാ അതാ സ്വഹാബത്ത് മയ്യത്ത് കുലിപ്പാട്ടാർ മയ്യത്ത് കുലിപ്പാട്ടിട്ട് കഫൻ ഡ്രസ് കൊണ്ടിട്ട് മയ്യത്തര കഫന് കൊണ്ടിട്ട് പൊതിടാറ് അതാ മയ്യത്ത് കോന്നിട്ട് വെച്ചിറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബന്ത് ഇനി മൂത്ര ഭാഗം മാത്രം ഉച്ചകു ബാക്കിയുള്ളോ ഓ ഇണ്ട് നിങ്ങളെ തലയിലും ഉണ്ടാസില്ല നൗഫൽ സഖാഫിയുടെ തലയിലും ഉണ്ടാസുണ്ടു വാളറങ്ങൽ അതേ സ്റ്റേജിലുള്ള ഉസ്താദുമാർ അലിമീങ്ങളെ തലയിലും ഉണ്ടാസുണ്ടു ഏത് ഉസ്താദല്ലാത്ത ആളെ തലയിലും മുണ്ടാസ് വെച്ചു കൊടുക്കിട ഒരു നാളുണ്ടല്ലേ ബാലക്കാറ കൊറിയ ബാലക്കാരങ്ങ ചൊല്ലുല്ലേ ഈ മുണ്ടാസ കെട്ടിയങ്ങ ഇങ്ങനെമേ ആറ് ബാലക്കാറാ നിക്കങ്ങനെ അധികാരതൊന്നോ ഒരു ആലിമിടം പറയണ്ട അത് ഏത് ഗ്രൂപ്പില് പെട്ട ആലിമായെങ്കിലും ആലിമുക ആലിമിടെ മഹത്വ കിട്ട നിങ്ങളെ ഗ്രൂപ്പ് നോക്കിയിട്ടല്ല സംഘടനയുടെ കൊടി നോക്കിയിട്ടല്ല അങ്ങനെ കയ്യിൽ തഖ്വ ഉള്ള ഇൽമുണ്ടാ നാഫിയായ ഇൽമുണ്ടാ താജുൽ ഉലമാ തങ്ങളെ കയ്യിലുള്ള ഇൽമു അങ്ങനത്തെ ഇൽമായിട്ടിന്ത് ആ ഇൽമുണ്ടാ അങ്ങനെ ബഹുമാനിക്കാട്ട നിർവാഹ ഇല്ല അതുകൊണ്ട് എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കൊരു ചെറിയ ചെറിയ വിഷയ വരുമ്പമേ മുണ്ടാസറങ്ങല അനപറമേ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് കൊറിയാൽമാരെ നാവെത്തര ഉദ്ദല്ലേ ആ മുണ്ടാസറങ്ങാട്ട് ചൊന്നിട്ടു ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തറവണില്ലേ അവണ് പോലും മറിച്ചു പോയെങ്കില് അവന്റെ തലയിലും അതാ മുണ്ടാസ് വെച്ച് കൊടുത്തുല്ലേ മയ്യത്ത് കുലിപ്പാട്ടിട്ട് വന്നിട്ട് കഫന് കൊണ്ടിട്ട് പൊതിഞ്ഞിട്ട് ഇനി ആ കഫന് കൊണ്ടിട്ട് മുഖബന്ധാക്കുമ്പോ തലല് റെഡിയാക്കി വെച്ച മുണ്ടാസ് വെച്ച് കൊടുത്തുല്ലേ അങ്ങനത്തെ നീ എന്തികളാ മനുഷ്യ മുണ്ടാസ് കെട്ടിയ ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുറോ ഒരു നാല് നിന്റെ തലലും മുണ്ടാസ് കെട്ട ഒരു നാലില്ലേ ഇത് ചോറുണ്ണുട അർത്ഥാക്കണായ വിഷയല്ലേ ചോറുണ്ണുട ബുദ്ധി കഞ്ഞി കുടിക്കട ബുദ്ധി ഉള്ള അർത്ഥാക്കണായ വിഷയല്ലേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുടെ മയ്യത്ത് കിടത്തിട്ടിക്കുമ്പോ അതാ കുളിപ്പാട്ടി കൽഞ്ഞിട്ട് കഫൻ ഡ്രസ് കെട്ടാ അതാ കഫൻ കൊണ്ടിട്ട് പൊതിഞ്ഞിട്ട് ഇനി മുഖം മാത്രം ബന്ധാക്കുള്ളൂ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്തുലുണ്ടു തങ്ങ ഉടകെ പണ്ട് ഖബ്ബല ബൈന ഐനൈഹി രണ്ട് കണ്ണിട നടുലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മുത്തു കൊടുക്കുടു
ഹബീബായ തങ്ങ മുത്തു കൊടുത്തിട്ടു വബക ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങളെ മയ്യത്തറ മുട്ട നിണ്ടിട്ട് ബുൽപുടകു സുറാക്കിട് കേക്കട്ട ആ മയ്യത്തറ കാട്ടി ഭാഗ്യമുള്ള മയ്യത്തേത് ഇവിടെ ഇത്ര കോട്ടികെട്ടല സമ്പാദിച്ചിട്ട് വെച്ചിട്ട് എന്ത് കിട്ടുവോ ഉമ്മ 100 പവന് ബംഗാർ ഇന്നിട്ട് എന്താക്കോ വലിയ വലിയ കോംപ്ലക്സ് ഇന്നിട്ട് എന്താക്കോ അതെ ഞങ്ങളെ മയ്യത്ത് ഇങ്ങനെ കിടത്തിട്ടിക്കുമ്പോ ഒരു വലിയ മഹാന വന്നിട്ട് നെറ്റികൊരു മുത്തു തന്നെങ്കില് അതാ മയ്യത്ത് സ്വാലിഹായ മയ്യത്ത് ചൊല്ലതുകൊള്ള സർട്ടിഫിക്കറ്റ് അല്ലേ കാരണം മുത്തണായത് സ്വാലിഹീങ്ങളെ മയ്യത്തല്ലേ അതെ അത് ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലേ ഹബീബായ തങ്ങളെ കാട്ടി വലിയ അതാ നേതാവാറുള്ളൂ സ്വാലിഹാറുള്ളൂ ആ തങ്ങ വന്നിട്ടല്ലേ മുത്തുടോ മയ്യത്ര മുഖമുത്തിയപ്പാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങളെ പെഞ്ഞൈ അവിടെ ഉണ്ടു ആ മഹാന് മാപ്പിളയുടെ മയ്യത്ത് നോക്കിട്ട് ചൊല്ലു ലക്കൽ ജന്നത്തു യാ അബസായിബ് ഓ നണ്ട പിറസത്ത മാപ്പിള ഇനി നിങ്ങ പേടിക്കണോട്ടില്ലല്ലേ കാരണം നിങ്ങൾക്ക് കിട്ടിയ മുത്തു അതൊരു ചെറിയ ആലമുത്തല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അല്ലേ നിങ്ങളെ മയ്യത്ത് മുത്തിയോ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ട് ഗ്യാരണ്ടി അല്ലേ അങ്ങനെ ചൊന്നപ്പാ ഉമ്മ ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചപ്പാ നിസ്കരിക്കാത്തങ്ങളെ ಬಗ್ಗೆ നിങ്ങൾക്ക് അഭിപ്രായ ചൊല്ലുകായിട്ട് നിങ്ങൾ തപ്പു വിചാരിച്ചാറല്ലേ പാലക്കാറ സുബഹി ജമാഅത്തുക വന്നിട്ട് പള്ളിയിൽ നിസ്കരിച്ച സാർത്തുക ജമാഅത്തുക ബറാത്തങ്ങളെ ദൂരക ആവടോ ചൊന്നിട്ടു നീനെ തപ്പ് വിചാരിച്ചല്ലേ ബാക്കി എല്ലാരും നരകത്തുക പോണ്ടങ്ങാണ്ട് നീ വിചാരിച്ചല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അവിടെ ഇന്ത് ഖൗല ബീവി റളിയല്ലാഹു അൻഹയുടെ ഭാഗത്തുക നോക്കിട്ട് അർസത്തിൽ നോക്കിട്ട് കേട്ട് തദാറു ചൊന്നോ ഈ മയ്യത്തുക സ്വർഗ്ഗം ഉണ്ടോ ടാറു ചൊന്നോ ഗ്യാരണ്ടി ടാറു ചൊന്നോ ഖൗല ബീവി ജന്തു നബിയേ നാണ് ചൊന്നു നബിയേ ഖൗല ബീവിട്ട് കേക്കിട നബി തങ്ങ നിങ്ങൾക്ക് എങ്ങനെ കൊന്തായോ നിങ്ങൾക്ക് ആറ് ചൊന്നു എന്നിട്ട് ഹബീബായ തങ്ങളെ വിനയത്തെ പൽക്ക നോക്കറു നിങ്ങ വമാ അദ്രീ മാ യുഫ്അലു ബി ഈ കിടന്നിട്ടുള്ള നന്റെ ശിഷ്യയുടെ മയ്യത്ത് പോട്ട് നന്റെ വിഷയമേ എന്താവടോണ്ടു നക്കുകൊന്തില്ലല്ലേ ഹബീബായ തങ്ങ ചൊല്ലു മാതിരി മായുഫലുബി നന്റെ അവസ്ഥ എന്താവടോണ്ട് നക്കുകൊന്തില്ല സുബ്ഹാനല്ലാഹ് തങ്ങ ചൊല്ലത് അത് വിനയത്തെ പൽക്ക അത് നങ്ങ അത് ഗൗരവത്തിലെടുക്കുകവേനായിട്ട് ചൊന്ന് അല്ലാണ്ട് സ്വർഗത്തെ ബായിളുടെ സങ്കോല സ്വർഗത്തെ ബായിളുടെ സിൽക്ക ഫസ്റ്റ് പിടിച്ചിട്ട് കുലുക്കൂടെ അത് നാണേട്ട് ഘോഷനാക്കിയ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങ പിന്നെന്തിക അങ്ങനെ ചൊന്നു അത് ബാക്കിയാറും ചൊല്ലണ്ട നണ്ടതേ എന്തരേട്ട് നക്കുകൊത്തില്ല എന്നെങ്കിൽ പിന്നെ തീന്തല്ലേ പിന്നെ ആറ് കൂടെ യന്ത്ര ചൊല്ലുക അധികാരമുണ്ടോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങ ചൊല്ല സ്വഹാബിയുടെ മയ്യത്ത് നോക്കിട്ട് നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടോട്ട് പിന്നെ ഒന്നപ്പാ നബി തങ്ങ അർസത്തിൽ നോക്കിയെങ്കിൽ ഞങ്ങളെ അവസ്ഥ എന്തോ അതുകൊണ്ട് ഈ ഒരു പേടി ഞങ്ങളെ കൽബിലെപ്പോലും വേണു ആ പേടി ഇന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര നല്ലാവുകാവോടു സ്വർഗത്തെ തെറുപിടിക്കുകയാവോടു അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ് ഇന്നത്തെ സദസ്സ് നീ അത് കാരണം ആക്കി താ അല്ലാഹ് ഒരു ദിക്റുണ്ടു എല്ലാരും പഠിക്കും മലമ്പന്ത് കാത്തുമ്പന്ത് നിപ്പാട്ടിലെ ചെടിയിലും വന്നുകൊള്ളാണ്ട് ചെന്നോട്ടുണ്ട് അപ്പൊ ബേ പോയറ ഇത്തരത്തോലും താജുല്ലുലമാ തങ്ങളെ വറക്കത്ത് കൊണ്ടായിട്ട് നിപ്പാടായതായത് അപ്പൊ അതുകൊണ്ട് ബേ ദ്വാർന്നിട്ട് പോവാ ഒരു ദിക്റ് നാജൊന്നും തന്നെ
ഖൗല ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപ്പാട്ടി ചെന്നിട്ടുള്ള ഒരു ദിക്ർ. നിങ്ങൾ ഏതെങ്കിലും ഒരു പക്കത്ത് പോയിട്ട് ഇലിയുമ്പോ, അത് നിങ്ങൾ ഔത്തുകാവട്ട് അങ്ങാടികാവട്ട് എവിടെ നിങ്ങൾ ഒരു മോത്ത് പിന്നെ ഒരു മോത്ത് പോയി ഇലിയും, ഗാഡിയിൽ പോണ്ടാർ, നിങ്ങൾ വെഹിക്കിളിൽ പോണ്ടാർ, പോയിട്ട് ഒരു പക്കത്ത് ഇൽഡാർ, ഒരു യാത്ര പോകുമ്പോ ഒരു പക്കത്ത് ഇൽഡാർ. അത് ഇൽഡർ ചിലപ്പോ നിങ്ങൾ നാഷ്ടാക്കുമായിട്ടിക്കും, ചായ കുടിക്കുമായിട്ടിക്കും, അല്ലെങ്കിൽ ബൊണ്ട കുടിക്കുമായിട്ടിക്കും, ജ്യൂസ് കുടിക്കുമായിട്ടിക്കും, അവിടെ ഇവിടെ റോസയുള്ള കർമ്മ ജ്യൂസ് അത് ഇതല്ലേ. നിങ്ങൾ എവിടെ പോയിട്ട് ഇലിടാറാ, ഒരു പക്കത്ത് ഇലിടാറാ, അത് നിങ്ങൾ അകാവട്ടെ എവിടെ ആവട്ടെ ഇലിടാറാ മങ്ങിൽ തൗത്ത് കായങ്ങ സാം എവിടെ പോയിട്ട് ഇലിഞ്ഞെങ്കില് അവിടെ നിങ്ങൾ ആക്കണായ ഒരു സ്വരമുണ്ട്. നിങ്ങൾ ഒരു ദിക്ർ ചൊല്ലൊരു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശദ്ദി മാ ഖലഖ്. ആ ദിക്ർ നിങ്ങൾ ചൊല്ലണോട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഈ ഒരു കാര്യം മറക്കണ്ട, ഈ ഒരു ദിക്ർ മറക്കണ്ട. ദിക്ർ നമുക്ക് ഒന്നുണ്ടോ എപ്പോ ചൊല്ലണായത് എന്നെങ്കിൽ ഹദ്ദാദ് റാത്തീബിൽ മാത്രമല്ല, അത് പിന്നെ ഉറങ്ങുമ്പോ മാത്രമല്ല, പിന്നെ ആ ദിക്ർ എപ്പോഴും നിങ്ങൾ ഒരു മുഖത്ത് പോയി ഇലിയുമ്പോ, ഒരു പക്കത്ത് പോയിട്ട് ഇലിയുമ്പോ അവിടെ എന്തെല്ലാം ഉപ്പദ്രക്കിടുണ്ട് ആരും കൊത്തില്ല. നിങ്ങൾ ഔത്തുക പത്തിയപ്പോ എന്തെല്ലാം ഉപ്പദ്രക്കിടുണ്ട് കൊത്തില്ല. അതുകൊണ്ട് ഒരു പക്കത്ത് പോയി ഇലിഞ്ഞെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശദ്ദി മാ ഖലഖ് ചൊല്ലിട്ടു അല്ലാഹുടൊട്ടിയെ അല്ലാഹു പടച്ചിട്ടുള്ള എല്ലാ ശർറുടെ തൊട്ട് നിങ്ങൾ കാവല് കേൾക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ ദിക്ർ ചൊല്ലിട്ട് ഞാൻ തന്നെ പലക്കെ നിപ്പാട്ടേ. ഇതാ